നാളെ പൾസ് പോളിയോ ദിനം. ആരൊക്കെ പോളിയോ തുള്ളിമരുന്ന് കഴിക്കണം, ആർക്കൊക്കെ കൊടുക്കരുത്? നമസ്കാരം എല്ലാവർക്കും. നാളെ പൾസ് പോളിയോ ദിനമാണ്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ പറയുന്നത്. പലർക്കും ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. എന്റെ കുഞ്ഞ് എല്ലാ വാക്സിനുകളും എടുത്തിട്ടുണ്ട്, എന്നിട്ടും പൾസ് പോളിയോ തുള്ളിമരുന്ന് വീണ്ടും കൊടുക്കണോ? ചെറിയ പനിയോ ചുമയോ ഉണ്ടെങ്കിൽ കൊടുക്കാമോ? ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത്? ഈ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നോക്കാം. എന്താണ് പൾസ് പോളിയോ? പോളിയോ എന്ന ഗുരുതര രോഗം മൂലം കുട്ടികൾക്ക് സ്ഥിരമായ വൈകല്യം വരെ സംഭവിക്കാം. ഈ രോഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ എല്ലാ വർഷവും പൾസ് പോളിയോ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഈ ദിവസം നൽകുന്ന പോളിയോ തുള്ളിമരുന്ന് കുട്ടികളുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കാനും സമൂഹത്തിൽ പോളിയോ വൈറസ് പടരാതിരിക്കാനും സഹായിക്കുന്നു. ആരൊക്കെയാണ് പോളിയോ തുള്ളിമരുന്ന് കഴിക്കേണ്ടത്? ജനനം മുതൽ 5 വയസ്സ് പൂർത്തിയാകാത്ത എല്ലാ കുട്ടികളും നിർബന്ധമായും കഴിക്കണം. കുഞ്ഞ് സർക്കാർ ആശുപത്രിയിലോ സ്വകാര്യ ആശുപത്രിയിലോ ജനിച്ചതാണെങ്കിലും കഴിക്കണം. എല്ലാ പതിവ് വാക്സിനുകളും എടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകണം. മുമ്പ് പലതവണ പൾസ് പോളിയോ തുള്ളിമരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണയും നൽകണം. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നൽകുന്നു? പല മാതാപിതാക്കളും ചോദിക്കുന്ന കാര്യമാണിത്. പൾസ് പോളിയോ ക്യാമ്പിൽ നൽകുന്ന അധിക ഡോസുകൾ കുട്ടിക്ക് ദോഷം ചെയ്യില്ല, മറിച്ച് കൂടുതൽ സംരക്ഷണം നൽകുകയും സമൂഹത്തിൽ പോളിയോ വൈറസ് പടരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ആർക്കൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 5 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് സാധാരണ പൾസ് പോളിയോ ക്യാമ്പിൽ ഈ തുള്ളിമരുന്ന് നൽകാറില്ല. കുട്ടി ഗുരുതരമായ അസുഖം കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ആദ്യം ഡോക്ടറുടെ ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശം തേടണം. ചെറിയ പനിയോ ചുമയോ ഉണ്ടെങ്കിൽ ഇതാണ് മറ്റൊരു സാധാരണ സംശയം. ചെറിയ ജലദോഷം, ചുമ, ചെറിയ പനി, വയറിളക്കം എന്നിവയുണ്ടെങ്കിലും സാധാരണയായി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകാം. എന്നാൽ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം പാലിക്കണം. ചില തെറ്റിദ്ധാരണകൾ. എല്ലാ വാക്സിനും എടുത്തതിനാൽ ഇനി പൾസ് പോളിയോ വേണ്ട. ഇത് തെറ്റാണ്. മുമ്പ് പലതവണ കഴിച്ചതിനാൽ ഇനി കൊടുക്കരുത്. ഇതും ഒരു തെറ്റായ ധാരണയാണ്. ഓരോ പൾസ് പോളിയോ ദിനത്തിലും ലഭിക്കുന്ന അധിക ഡോസ് സുരക്ഷിതവും പ്രയോജനകരവുമാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നാളെ നിങ്ങളുടെ അടുത്തുള്ള പൾസ് പോളിയോ ബൂത്തിലെത്തുക. കുഞ്ഞിന്റെ പ്രായം 5 വയസ്സിൽ താഴെയാണെന്ന് ഉറപ്പാക്കുക. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. അയൽവാസികളെയും ബന്ധുക്കളെയും ഈ വിവരം അറിയിക്കുക. ഓരോ കുഞ്ഞിനും 2 തുള്ളി പോളിയോ മരുന്ന് നൽകുന്നത് അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു ചെറിയ ചൂടാണ്. നാളെ പൾസ് പോളിയോ ദിനത്തിൽ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും അടുത്തുള്ള ബൂത്തിലെത്തിച്ച് പോളിയോ തുള്ളിമരുന്ന് നൽകാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്